ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ, പറയുന്നത് ഒഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ, ജസ്റ്റ് 2 minutes വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. സ്ലൈഡ് കാണുന്നില്ലേ? ഹലോ, സ്ലൈഡ് കാണുന്നില്ലേ നിങ്ങൾ? ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ടാഗ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? ഫോൺ സ്റ്റൈൽസും അതിൻ്റെ സൈസും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ക്യാരക്ടർ എൻറ്റിറ്റീസ്. ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വെബ് പേജിൽ നമുക്ക് ലെസ് ദാൻ അല്ലെ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ നമ്മൾ ഈ ടാഗ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സി, ഇവിടെ നോക്ക്, HTML ടാഗ് എങ്ങനെയാണ് കൊടുക്കുക? ലെസ് ദാൻ ആ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കൊടുക്കുക, അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമുക്കത് ഡിഫറൻസ് മനസ്സിലാവില്ല. HTML പാർസ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. സോ നമുക്കിതുപോലെ ലെസ് ദാൻ സിമ്പിൾ അല്ലെ ഗ്രേറ്റർ ദാൻ ആ ഇക്വേഷൻ ഫോമിലൊക്കെ വരുമ്പോൾ വി ഹാവ് ടു യൂസ് ഇറ്റ് സെപ്പറേറ്റ്ലി. സോ എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, ആംപേഴ്സൻഡ് സൈനിനെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആംപേഴ്സൻഡ് ആ സൈൻ AMP എന്ന് പറഞ്ഞിട്ട് കോഡ് കൊടുത്താലാണ് അത് ആംപേഴ്സൻഡ് സൈൻ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ലെസ് ദാനിന് ആംപേഴ്സൻഡ്, എല്ലാത്തിനും കൂടി ആ ആംപേഴ്സൻഡ് ആൻഡ് സൈൻ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ആൻഡ് LT എന്ന് പറയുമ്പം ലെസ് ദാൻ, അതുപോലെ ആൻഡ് GT എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ. സോ നമ്മൾ കോഡിൽ ആ എൻറ്റിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്താലാണ് നമുക്ക് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടുള്ളൂ. ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ
ഓക്കെ. അതുപോലെ ഫ്രാക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 എന്നുള്ള ഫ്രാക്ഷൻ നമുക്ക് ഒരു ഡോക്യുമെന്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. ബട്ട് എങ്ങനെ കൊടുക്കുക? നമുക്ക് ആൻഡ് സൈൻ FRAC 14 എന്ന് പറഞ്ഞാൽ FRAC ഫോർ ഫ്രാക്ഷൻ കോഡാണ്. ഫ്രാക്ഷൻ 14 മീൻസ് 1/4. അതുപോലെ ആൻഡ് FRAC 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ 1/2. അതുപോലെ 3/4 എന്ന് പറഞ്ഞാൽ 3/4. അതുപോലെ ഡിഗ്രി, നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഡിഗ്രിയിലും സെൽഷ്യസിലൊക്കെ പറയില്ലേ, അപ്പോൾ ഡിഗ്രിയിൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൻഡ് DEG. സോ കോഡിൽ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനെ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഈ സിമ്പിൾസ് നമ്മൾ ടാഗ് ഇപ്പോൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ടാഗ് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഇവർ. ഓക്കെ. അപ്പോൾ അവരുടെ ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ എൻറ്റിറ്റീസിൽ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും കോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്രൗസർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ് കാണിച്ചു തരുമ്പോൾ ഈ എൻറ്റിറ്റീസിനെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ആയിട്ട് മാറ്റും. ഓക്കെ. നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുമ്പം ഓക്കെ നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പം വി യൂസ് എൻറ്റിറ്റി ഫോർ ദീസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും? ബ്രൗസർ വെൻ ദേ റെൻഡർ ദ ഡോക്യുമെന്റ് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കൺവേർട്ട് ഓർ മാപ്പ് ടു that associate character. അപ്പോൾ ആൻഡ് LT എന്നാണെങ്കിൽ ബ്രൗസർ നമുക്ക് കാണിച്ചു തരും അവിടെ ലെസ് ദാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരും. ബട്ട് ഇൻ ദ കോഡ് വി ഹാവ് ടു ടൈപ്പ് ആൻഡ് LT. ഓക്കെ. അതാണ് ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. എൻറ്റിറ്റീസ് ആണ് നമ്മൾ ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യുക, അത് റെൻഡർ ചെയ്യുക, ബ്രൗസർ കറക്റ്റ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ റെൻഡർ ചെയ്യും. അതാണ് ക്യാരക്ടർ എൻട്രീസ്. ഫോർ എക്സാമ്പിൾ ദ പ്രൈസ് ഈസ് ലെസ് ദാൻ 10 euros എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ. ദ പ്രൈസ് ഈസ് ലെസ് ദാൻ 10 euros എന്ന് പറഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ കോഡ് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ HTML കോഡിൽ ബോഡിന്റെ ഉള്ളിൽ പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ദ പ്രൈസ് ഈസ് ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കിട്ടണം അല്ലെ? ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ആൻഡ് LT സെമിക്കോളൻ എന്താണ് ലെസ് ദാൻ ഏതാണ് വാല്യൂ 10. സോ 10 എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെന്താണ് ആൻഡ് യൂറോസ് എന്നുള്ള ആ ഒരു കറൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് യൂറോ എന്നാണ്. ഓക്കെ. സോ അതും കൊടുത്തു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സെമിക്കോളം വരും. ഓക്കെ. ഓരോ എൻറ്റിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ സെമിക്കോളം കൊടുക്കണം. അതാണ് ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ കഴിഞ്ഞിട്ടും സെമിക്കോളൻ വന്നത്. അതുപോലെ യൂറോസ് എന്നുള്ള സിമ്പിളും കഴിഞ്ഞിട്ട് സെമിക്കോളൻ വന്നത്. യൂറോ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ %EURO എന്നാണ് അതിന്റെ എൻറ്റിറ്റി കോഡ്. സോ അത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കോഡിൽ എഴുതുക. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? വെബ് പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും. ദ പ്രൈസ് ഈസ് ലെസ് ദാൻ 10 euros എന്നായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ. അതാണ് ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഹൊറിസോണ്ടൽ റൂൾസ്. ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇഫ് യു ഹാവ് ടു സെപ്പറേറ്റ് എ ഡോക്യുമെന്റ്, ഓക്കെ, ഒരു ഡോക്യുമെന്റിനെ 2 or 3 എത്ര പാർട്സ് നമുക്ക് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് HR ടാഗ്. ഓക്കെ. അതിനാണ് ഹൊറിസോണ്ടൽ ടാഗ് എന്ന് പറയുക. ദേ ആർ കോൾഡ് ആസ് ഓർ ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ആസ് ഹൊറിസോണ്ടൽ റൂൾ. ഓക്കെ. ഹൊറിസോണ്ടൽ റൂൾ എന്നാണ് പറയുക. അതായത് ഇഫ് യു വാണ്ട് ടു സെപ്പറേറ്റ് ദ ഡോക്യുമെന്റ് ഇൻ ടു 2 or more പാർട്സ്, ഓക്കെ, വി യൂസ് HR ടാഗ്. HR എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസിംഗ് ടാഗ് അല്ല, ജസ്റ്റ് ക്ലോസിംഗ് ഇല്ല, ജസ്റ്റ് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആംഗിൾ ബ്രാക്കറ്റിൽ HR എന്ന് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയ എക്സാമ്പിൾ ഡോക്യുമെന്റ് ടൈപ്പ് HTML ആണ്. HTML കൊടുത്തു, ബോഡി കൊടുത്തു, H1 ഹെഡിങ് കൊടുത്തു, H1 സൈസിൽ. ആഫ്റ്റർ ദാറ്റ് പാരഗ്രാഫിൽ നമ്മൾ ഒരു കണ്ടന്റ് എഴുതി, എന്നിട്ട് HR കൊടുത്തു, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് എഴുതി, HR നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുത്തു. ഓക്കെ. ലെറ്റ്സ് സീ ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്താണ്? ഇതാണ്. ഹെഡിങ് ഈസ് എന്താണ് ഹെഡിങ് കൊടുത്തത്? ദ മെയിൻ ലാംഗ്വേജസ് ഓഫ് ദ വെബ്. ദ മെയിൻ ലാംഗ്വേജസ് ഓഫ് ദ വെബ് H1 ഫോണ്ട് സൈസിൽ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് എന്താ? ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് HTML is the standard markup language for creating. അതാണ് അല്ലേ? അപ്പൊ അത് ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് വന്നു. എന്നിട്ട് എന്താ നമ്മൾ കൊടുത്ത? HR ടാഗ് കൊടുത്തു. ദാറ്റ് ഈസ് യു ഹാവ് ടു സെപ്പറേറ്റ് ദാറ്റ് ഡോക്യുമെന്റ് ഫ്രം നെക്സ്റ്റ് ഡോക്യുമെന്റ് യൂസിങ് എ ഹൊറിസോണ്ടൽ ലൈൻ. ആ ഹൊറിസോണ്ടൽ ലൈൻ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ. ഹൊറിസോണ്ടൽ ലൈന് വന്നു. പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് CSS is a language എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും HR കൊടുത്തു, നെക്സ്റ്റ് വന്നു. സോ ഇതാണ് ഹൊറിസോണ്ടൽ ടാഗിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു ഡോക്യുമെന്റിനെ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HR ടാഗ് യൂസ് ചെയ്യുന്നത്.
ഫോർ വാട്ട് പർപ്പസ് നമുക്ക് ഈസിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി റീഡബിലിറ്റി കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ടാഗ് യൂസ് ചെയ്യും. ഓക്കെ, അത് റെൻഡർ ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ നോർമൽ ബ്രൗസർ തന്നെ അതിന്റെ തിക്നെസ്സും ലൈനിന്റെ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നോർമലി ഒരു 3 പിക്സലാണ് ഡിസ്പ്ലേ ലൈനിന്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, 3 പിക്സലാണ് തിക്നെസ് വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം, CSS ഒക്കെ വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഡിഫോൾട്ട് ആയിട്ട് ബ്രൗസർ തരുന്നത് 3 പിക്സൽ തിക്നെസ് ആണ്. ഓക്കെ, അതാണ് HR ടാഗ്. ഹൊറിസോണ്ടൽ റൂൾ എന്നാണ് പറയാ. ഈ ലൈനിനെ, ഈ ഡിവൈഡ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റൂൾ എന്ന് പറയുന്നത്. സോ ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, HR ടാഗ്. HR ടാഗ് മാത്രം. ഓക്കെ, അതിന് ഇതുപോലെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഓക്കെ, എത്ര വലിയൊരു ഇതെന്ന് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് എഴുതാം. HR ടാഗ് അതിൽ കാണിച്ചാൽ മതി. അതുപോലെ ക്യാരക്ടർ എൻറ്റിറ്റി. ക്യാരക്ടർ എൻറ്റിറ്റിന്റെ എക്സാമ്പിൾ, ക്യാരക്ടർ എൻറ്റിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ 2 മാർക്സ് ഒക്കെ ചോദിക്കുള്ളൂ, 2 or 3 മാർക്സ്. ഓക്കെ, 3 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് പറയാ, എക്സാമ്പിൾ പറയാ, ഇത് ഈ ടേബിള് പഠിക്കുക. ടേബിൾ ഓൾമോസ്റ്റ് ഫുൾ ഇത് തന്നെ ഫുൾ ആയിട്ട് പഠിക്കുക ടേബിള്. ഓക്കെ, ആസ് ആൻ എക്സാമ്പിൾ, എന്നിട്ട് ഒരു എക്സാമ്പിളും കാണിക്കുക. ഓക്കെ, ഇതാണ്. ഓ, ഈ ക്യാരക്ടർ ടാഗില് ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്പറിന്റെ ഇടയിൽ സെപ്പറേറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഫ്രാക്ഷൻ എഴുതുമ്പം ഇല്ല ഇല്ല. നമ്പർ അപ്പോ ഇപ്പം 12/14 ആണെങ്കിൽ എങ്ങനെ എഴുതുക? 12/14 ഒക്കെ വരുമ്പോ അത് മനസ്സിലാവില്ല. 12/14 വരുമ്പോഴല്ലേ? നോർമലി ഇതിൽ സ്പേസ് ഇല്ലാണ്ടാണ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ 12/14 ഞാൻ നോക്കാം. ഓക്കെ, ഓക്കെ മിസ്, പറയാം, ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ഹലോ, ഹലോ. ഓക്കെ മിസ്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണേ ഞാൻ. ഓക്കെ, നോർമലി ഫ്രാക്ഷൻ 1/4, 1/2 ഒക്കെ കാണിക്കുന്നത് സെപ്പറേഷൻ ഇല്ലാണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അയാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡിഫറെന്റ് ഫോർമാറ്റ്, വേറെ ഫോർമാറ്റും ഉണ്ടാവും. അതായത് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ കൺവേർഷൻ നമുക്ക് നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, നമ്മുടെ മെറ്റാ എലമെന്റ്. മെറ്റാ എലമെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, ജസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ് അല്ലെ, ഒരു ഡോക്യുമെന്റിന്റെ ഇൻഫർമേഷൻ. മെറ്റാ ഇൻഫർമേഷൻ, ഡാറ്റ അബൌട്ട് ഡാറ്റ. അപ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ മെറ്റാ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മെറ്റാ എലമെന്റ് എന്ന് പറയുന്നത്. സോ അത് ടാഗ് എങ്ങനെയാ വരിക, മെറ്റാ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അത് എന്തിനാണ് നോർമലി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് സെർച്ച് എൻജിൻസ് ടു കാറ്റഗറൈസ് ദ വെബ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ഈ സെർച്ച് എൻജിൻസും ഇപ്പൊ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ നമ്മൾ നോർമലി എന്താണ്, കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നോർമലി കാണിക്കുക. ഇപ്പൊ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തു ഗൂഗിളിൽ, എന്താണ്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു വേർഡ് സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ഇപ്പൊ HTML എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ കുറേ HTML ഓരോരോ സൈറ്റിന്റെ കാണിക്കാം. സോ അതിൽ ടോപ്പ് ആയിട്ട് വരുന്നത് വെച്ചാൽ ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള പേജ് ആയിരിക്കും ടോപ്പിൽ കാണിക്കുക. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒപ്റ്റിമൈസേഷനും അതിന്റെ എത്രത്തോളം ആക്സസിങ് വന്നു എന്നൊക്കെ അത് ചെയ്യുന്നത് സെർച്ച് എൻജിൻസ് അതിനെ റെക്കോർഡ് കീപ്പ് ചെയ്യും. ഓക്കെ, സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു കണ്ടന്റിന്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ മെറ്റാ എലമെന്റിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് സെർച്ച് എൻജിൻസ് ടു കാറ്റഗറൈസ് ദ വെബ് ഡോക്യുമെന്റ്. ഓക്കെ, എത്രത്തോളം ആക്സസ് ചെയ്തു, എത്രത്തോളം റെലവെന്റ് ആണ്, എന്താണ് അതിലെ കണ്ടന്റ് വരുന്നത്, ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്സസ് കിട്ടണം. സോ അത് അവർ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, യൂസിങ് ദിസ് മെറ്റാ ഇൻഫർമേഷൻ. സോ അതിൽ വരുന്നതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മെറ്റാ നെയിം ഈക്വൽ ടു എന്താണ്, ടൈറ്റിൽ കൊടുക്കും,
കണ്ടന്റ്, വേൾഡ് വൈഡ് വെബ്. അതുപോലെ നെയിം ഓതർ കൊടുക്കും. ഇപ്പം ഒരു വലിയൊരു ഡോക്യുമെന്റ് ആണ്, ഒരു ബുക്കിനെ പറ്റിയിട്ട് പറയുന്ന ഡോക്യുമെന്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നെയിം കൊടുക്കും, അതിന്റെ കണ്ടന്റ് കൊടുക്കും. അതുപോലെ കീവേഡ്സ്, നെയിം ഈക്വൽ ടു കീവേഡ്സ് ആവാം. കണ്ടന്റ് എന്ത് ചെയ്യാം, HTML, XML, ജാവാസ്ക്രിപ്റ്റ്, അതായത് ഇങ്ങനത്തെ കീവേഡ്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് റിട്രീവ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോക്യുമെന്റിലുള്ള എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് മെറ്റാ ഡാറ്റയിൽ പറഞ്ഞു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് വെബ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, നെയിംലി അതിൽ നമ്മൾ പറയുന്ന നെയിമും കണ്ടന്റ് എന്നും പറഞ്ഞിട്ടാണ് എപ്പോഴും മെറ്റാ ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ, നെയിം ഈക്വൽ ടു എന്താണ്, അതുപോലെ കണ്ടന്റ് എന്താണ് എന്നുള്ളത്. സോ അത് സെർച്ച് എഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് മെറ്റാ നെയിം വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, നോർമലി HTML ഡോക്യുമെന്റിന്റെ ഹെഡ് പോർഷനിലാണ് മെറ്റാ നെയിം കൊടുക്കുക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു മെറ്റാ ക്യാരക്ടർ സെറ്റ് കൊടുത്തത്, char UTF-8 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എൻകോഡിങ്. ഓക്കെ, അതൊക്കെ മെറ്റാ ഇൻഫർമേഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, ഡോക്യുമെന്റ് ടൈപ്പ് കൊടുത്തു, HTML ഹെഡിലാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ട മെറ്റാ char set ഈക്വൽ ടു UTF-8 ആണ്. നെയിം, ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ് എന്താണ്, ഫ്രീ വെബ് ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പൊ ഫ്രീ വെബ്, നമ്മൾ ആരെങ്കിലും ഒരു വെബ് ട്യൂട്ടോറിയൽ എന്നൊക്കെ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ പേജും ആക്സസ് ചെയ്ത് കിട്ടും. ഓക്കെ, അതുപോലെ HTML, CSS, XML, ജാവാസ്ക്രിപ്റ്റ് ഒക്കെയാണ് കീവേഡ്സ്. ഓതർ ആരാണ്, ഓതറിന്റെ പേരൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ രീതിക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. വ്യൂ പോർട്ട്, അതായത് വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്ത്, ഇനീഷ്യൽ സ്കിൽ, അതൊന്നും നോക്കണ്ട. സോ അങ്ങനെ ഇതിന്റെ ഈ ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്ത്, മെറ്റാ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കാണ് ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻസിനാണ് ഫോർ ഒപ്റ്റിമൈസേഷൻ. അവർക്ക് ഫാസ്റ്റ് റിട്രീവലും ഒപ്റ്റിമൈസ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ ഇതിൽ ബോഡി പാർട്ടിൽ എന്താ കൊടുത്തത്, ഓൾ മെറ്റാ ഇൻഫർമേഷൻ ഗോസ് ഇൻ ഹെഡ് സെക്ഷൻ. അപ്പൊ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടുള്ളൂ, മെറ്റാ ഇൻഫർമേഷൻ നമുക്ക് കാണൂല. ഓക്കെ, അത് ബ്രൗസർ ഹൈഡ് ചെയ്തിട്ട് വെക്കുക ചെയ്യാം. ഓക്കെ, അത് ആർക്ക് വേണ്ടിയിട്ടാണ്, സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടല്ലേ. സോ അത് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡി പാർട്ടിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രമേ റെൻഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ് ആണ്. സോ അത് ഓൾവേസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഹെഡ് സെക്ഷൻ. HTML-ന്റെ ഹെഡ് സെക്ഷനിൽ കൊടുക്കേണ്ടതാണ് ഈ മെറ്റാ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെറ്റാ ഇൻഫർമേഷൻ. സോ ഇതൊക്കെ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത്രയും ടോപ്പിക് യെസ്റ്റർഡേസ് ഇന്നലെ ബേസിക് ടെക്സ്റ്റ് മാർക്കപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വന്നതാണ് ഇത്രയും പോർഷൻ, ഇന്നലെ എടുത്തതും ഇന്നെടുത്തതും. ഈ ഒരു സെക്ഷനിലാണ് പാരഗ്രാഫ് ടാഗ് എന്താണ്, ലൈൻ ബ്രേക്ക് എന്താണ്, വൈറ്റ് സ്പേസ് എങ്ങനെ പ്രിസർവ് ചെയ്യും, ഹെഡിങ്സ് എത്ര ടൈപ്പ് ഹെഡിങ് ആയിരുന്നു, 6 ഹെഡിങ്സ് ഉണ്ട്, ബ്ലോക്ക് കൊട്ടേഷൻസ്, അതുപോലെ ഫോണ്ട് സ്റ്റൈൽസ് ഇന്നലെ എടുത്തത്, 2 ടൈപ്പ് ഓഫ് ടാഗ്, ബ്ലോക്കും ഇൻലൈനും, അതുപോലെ അതിന് എക്സാമ്പിൾ, പിന്നെ ക്യാരക്ടർ എൻറ്റിറ്റി എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റേഷൻ, അതുപോലെ ഹൊറിസോണ്ടൽ റൂൾസ്, HR ടാഗിന്റെ അഡ്വാൻറ്റേജ്, അതുപോലെ മെറ്റാ എലമെന്റ്. ഇതൊക്കെ എന്താണ്, ഒരു ബേസിക് ടെക്സ്റ്റ് മാർക്കപ്പ്. ഓക്കെ, ബേസിക് ഫോർമാറ്റിംഗിൽ വരുന്ന ടോപ്പിക്സ് ആണ് അത്രയും ടോപ്പിക്സ്. നെക്സ്റ്റ് നമ്മുടെ സിലബസിലെ ടോപ്പിക്കാണ് ഇമേജ് എന്ന് പറയുന്നത്, ഇമേജസ്. ഓക്കെ, ഇമേജസ് എന്നുള്ള അതിൻ്റെയും ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കണം, അത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് നോക്കൂ.
PRE ടാഗ് പ്രിസർവ് ചെയ്യാൻ, വൈറ്റ് സ്പേസ് പ്രിസർവ് ചെയ്യുന്ന ടാഗാണ് PRE. Then headings, 6 types of headings ഉണ്ട്. 1 to 6 ആണ്. അതിൽ 1 ആണ് big one and 6 ആണ് small one. പിന്നെ ബ്ലോക്ക് കൊട്ടേഷൻസ്. നമുക്ക് വേറൊരു തരം നോർമൽ പാരഗ്രാഫ് ടാഗിന്റെ അലൈൻമെന്റ് അല്ലാതെ നമുക്ക് ഒരു ഇൻഡന്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി യൂസ് ബ്ലോക്ക് കൊട്ടേഷൻ, ബ്ലോക്ക് കോട്ട് ടാഗ്. അതിന്റെ എക്സാമ്പിൾ പഠിക്കുക. പിന്നെ ഫോണ്ട് സ്റ്റൈൽസ്, നോർമലി ഇപ്പൊ യൂസ് ചെയ്യുന്ന ടാഗ്സ് എംഫസൈസ് ടാഗ്, സ്ട്രോങ് ടാഗ്, കോഡ് ടാഗ്. അത് മൂന്നും കണ്ടന്റ് ബേസ്ഡ് ടാഗ് ആണ്. ദാറ്റ് ഈസ് ദേ ഡിപെൻഡ് അപ്പോൺ ദി കണ്ടന്റ്സ്. പിന്നെ വരുന്ന രണ്ടാണ് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്. അത് കണ്ടന്റ് ബേസ്ഡ് അല്ല. സോ അതെങ്ങനെ കൊടുക്കാമെന്ന് എക്സാമ്പിൾ വെച്ച് നോക്കുക. പിന്നെ ബ്ലോക്ക് ടാഗും ഇൻലൈൻ ടാഗും, ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടന്റ് എപ്പോഴും ന്യൂ ലൈനിലാണ് വരുന്നതെങ്കിൽ അത് ബ്ലോക്ക് ടാഗ് ആണ്. എക്സാമ്പിൾ നോട്ട് ചെയ്യുക. ഹെഡിങ്, ബ്ലോക്ക് കോട്ട്, പാരഗ്രാഫ്, ഡിവ് ടാഗ് ഒക്കെ. പിന്നെ ഇൻലൈൻ ആണെങ്കിൽ കണ്ടന്റ് അപ്പിയേഴ്സ് ഓൺ ദ കറന്റ് ലൈൻ. സോ അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. ഡിവ് കൊടുക്കുമ്പോൾ എന്താണ്, സ്പാന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടറിലിറ്റീസ് ആണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കണം എന്നുള്ളതെങ്കിൽ എങ്ങനെ കൊടുക്കാന്നുള്ളത്. പിന്നെ HR ടാഗ് ഹൊറിസോണ്ടൽ ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെറ്റാ എലമെന്റ്. സോ ഇത്രയാണ് ബേസിക് ടെക്സ്റ്റ് മാർക്കപ്പിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സെക്ഷൻ എന്താണ്, ഇമേജസ്. ഇപ്പൊ നമുക്കറിയാം ഇമേജസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെ, ഒരു ഡോക്യുമെന്റിൽ ഇമേജസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ അത് ഇമേജിന്റെ ഫോർമാറ്റ് ബേസിക്കലി 3 ടൈപ്സ് ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 ടൈപ്സ് ആണ്, ജിഫ്, JPEG ആൻഡ് PNG. 3 ഇമേജ് ഫോർമാറ്റ്സ്. ഓക്കെ, ജിഫ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ആണ്, GIF. പിന്നെ JPEG മീൻസ് ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് ആൻഡ് PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണേ, ജിഫ്, JPEG ആൻഡ് PNG. ഓക്കെ, എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിഫ് ഡെവലപ്ഡ് ബൈ കോംസർവ് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമ്മൾ 8-ബിറ്റ് കളർ റെപ്രസെന്റേഷൻ ആണ് പിക്സലിന് കൊടുക്കുന്നത്. പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഇമേജിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് നമ്മൾ എന്ത്, പിക്സൽ എന്ന് പറയുന്നത്. സോ ഫോർ എ പിക്സൽ നമുക്ക് 8-ബിറ്റ് കളർ കൊടുക്കാൻ പറ്റും, 8-ബിറ്റ് കോമ്പിനേഷൻ. അതായത് 2⁸, 256 ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ഇമേജിന്, പിക്സലിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിക്സൽ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ആണ്, ഒരു ഇമേജിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് പിക്സൽസ്. എത്രയോ പിക്സൽസ് കൂടിയിട്ടാണ് നമുക്കൊരു ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ജിഫിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .gif, സ്മോൾ ലെറ്ററിലാവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലാവാം. ഓക്കെ, അതാണ് GIFന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ട്രാൻസ്പാരൻസി. JPEG ആണെങ്കിൽ 24-ബിറ്റ് കളർ റെപ്രസെന്റേഷൻ ആണ്. ഒരു പിക്സലിന് 24-ബിറ്റ് കളർ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് 2⁴ കോമ്പിനേഷൻ കിട്ടും. ഡിഫറെന്റ് കളേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. സോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .jpg വരും. ഓക്കെ, JPEG ഇതൊക്കെ എന്താണ്, എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അതുപോലെ JPEG ഇമേജ് മേ ബി സ്മോളർ ദാൻ ജിഫിനേക്കാളും കമ്പാരിറ്റീവ്ലി സ്മോളർ ആവാം ഇമേജ്. കാരണം എന്താ വെച്ചാൽ കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും JPEG ഇമേജ് എന്താണ്, വിൽ ബി കംപ്രസ്ഡ് ദാൻ GIF-നേക്കാളും കുറച്ചും കൂടെ കംപ്രസ്ഡ് അല്ലെങ്കിൽ ഷ്രിങ്കിങ് കിട്ടും നമുക്ക് ഏതിന്, JPEG ഇമേജിന്. ഓക്കെ, കംപ്രഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇമേജിന്റെ ക്ലാരിറ്റിക്ക് പ്രശ്നം വരും. ഓക്കെ, ചെറിയൊരു ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് JPEG. നെക്സ്റ്റ് വരുന്നതാണ് PNG. ഡിസൈൻഡ് ഇൻ 1996 ആണ്. ഓക്കെ, ലാർജ് കളക്ഷൻ ഓഫ് കളേഴ്സ് ഉണ്ട് ആൻഡ് കംപ്രഷൻ അൽഗോരിതം ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് തന്നെ കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ക്ലാരിറ്റി കുറവ് വരും എന്ന് പറഞ്ഞു. സോ ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് ദാൻ JPEG ഇമേജസ്. ഓക്കെ, ബെസ്റ്റ് കംപ്രഷൻ അൽഗോരിതം ആണ് ഫോർ JPEG ദാൻ GIF. അപ്പൊ ജസ്റ്റ് തിയറി ആണ്, ജസ്റ്റ് പഠിച്ചാൽ മതി. അതായത് ഓൾറെഡി 3 മെത്തേഡ്സ് ആണ്, ജിഫ്, JPEG ആൻഡ് PNG. അതിൽ ജിഫ് ഡെവലപ്പ് ചെയ്തത്
കോംസർവ് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ആൻഡ് 8-bit കളർ റെപ്രസെന്റേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് എക്സ്റ്റൻഷൻ ഈസ് .gif. ഓക്കെ, JPEG-ന്റെ കേസിൽ 24-bit കളർ റെപ്രസെന്റേഷൻ ആണ്. കംപ്രഷൻ അൽഗോരിതം ഉണ്ട്. ഓക്കെ, ബട്ട് JPEG ഇമേജ് മേ ബി സ്മോളർ ദാൻ GIF. ഓക്കെ, അവിടെയാണെങ്കിൽ 24-bit കളർ റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. സോ കുറച്ചും കൂടി നമുക്ക് ഡിഫറെന്റ് കളേഴ്സിന്റെ കോമ്പിനേഷൻ കിട്ടും. 2:24 എന്നുള്ള ഇത് കിട്ടും. പിന്നെ PNG 1996-ലാണ്. സോ അവിടെയും കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിക്വയർസ് മോർ ഇമേജ് സ്പേസ് ദാൻ JPEG ഇമേജസ്. ഓക്കെ, ഇവിടെ കംപ്രഷൻ അൽഗോരിതത്തിന്റെ കേസ് പറയുമ്പോൾ ബെസ്റ്റ് കംപ്രഷൻ അൽഗോരിതം ഇസ് ഫോർ JPEG, ഓക്കെ, ദാൻ GIF. GIF-നേക്കാളും കംപ്രഷൻ അൽഗോരിതം ബെസ്റ്റ് കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത് JPEG-നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ജസ്റ്റ് തിയറി ആണ്. നമുക്ക് എന്താ വേണ്ടത്, എങ്ങനെ ഒരു ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, IMG ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. IMG ടാഗ്, ദാറ്റ് ഈസ് ഇൻലൈൻ ടാഗ്. ഇൻലൈൻ ടാഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് നമ്മൾ ഇമേജ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സും കൂടെ കൊടുക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് SRC. ഓക്കെ, SRC നമ്മൾ പറയുന്നത് പാത്ത് ടു ദ ഫയൽ, നമ്മളെ ഇമേജിന്റെ ലൊക്കേഷൻ. ഓക്കെ, പാത്ത് ആണ് SRC പറഞ്ഞു കൊടുക്കുക. പിന്നെ വരുന്നതാണ് ALT. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, 3 types ഓഫ് ഇമേജസ്, അത് ജസ്റ്റ് തിയറി അത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, IMG ഇൻലൈൻ ടാഗ് ആണ്. അപ്പോൾ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് SRC. ഓക്കെ, സ്പെസിഫൈ ദ ഫയൽ കണ്ടെയ്നിങ് ദ ഇമേജ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ALT, ആൾട്ടർനേറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുമ്പം അതിന് ബ്രൗസറിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അവിടെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ALT ടാഗ്. ഓക്കെ, അതെന്താണ് പറഞ്ഞു കൊടുക്കുക, നമുക്ക് ഇനീഷ്യലി നമ്മളൊരു ഇമേജ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുക. ഇഫ് ദാറ്റ് ഇമേജ് ഇസ് നോട്ട് സപ്പോർട്ടഡ് ഡ്യൂ ടു സം റീസൺ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, ആ ടെക്സ്റ്റ് ആണ് ALT-യിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ വരുന്നതാണ് ഹൈറ്റ്. നമ്മൾ ഇമേജിന്റെ ഹൈറ്റ് പറഞ്ഞു കൊടുക്കുക, പിക്സലില് വിഡ്ത്ത് പറഞ്ഞു കൊടുക്കുക, അതും പിക്സലിൽ പറയാം, ഓർ പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം, പിക്സൽ ഓർ ഇൻ പെർസെൻറ്റേജ് ഫോർമാറ്റ് രണ്ടും പറയാം. പിന്നെ വരുന്നതാണ് അലൈൻമെന്റ്. അലൈൻമെന്റിനാണ് അലൈൻ ആട്രിബ്യൂട്ട്. എന്താണ് അലൈൻ ഈക്വൽ ടു എന്താവാം, ടോപ്പ് ആവാം. എവിടെ അലൈൻ ചെയ്യണം, ടോപ്പ്, മിഡിൽ, ബോട്ടം, ലെഫ്റ്റ് അല്ലെങ്കിൽ സെന്റർ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് പറയുന്നത്. IMG ഇമേജ് ടാഗ് ആണ്, ക്ലോസിംഗ് ഇല്ല, IMG ആണ്. ആൻഡ് അതിൽ വരുന്ന ആട്രിബ്യൂട്ട് വേറെ കണ്ടന്റ് ഒന്നും അതിലില്ല, ജസ്റ്റ് ആട്രിബ്യൂട്ടിലാണ് നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഓക്കെ, അതിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് SRC. പിന്നെ വരുന്നതാണ് ALT, ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് അലൈൻ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഡോക്യുമെന്റ് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, അതിൽ ടൈറ്റിൽ കൊടുത്തു. എന്താണ് ടൈറ്റിൽ, HTML ടാഗ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, ഹെഡ് ക്ലോസ് ചെയ്തു. ആൻഡ് ബോഡിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്താണ്, ഇമേജ് IMG SRC ഈക്വൽ ടു സോഴ്സ്, ഇമേജിന്റെ സോഴ്സ് എവിടെയാണ്, ആ URL പറഞ്ഞു കൊടുത്തു. https://tutorials.com ഇമേജസിൽ HTML.gif ആണ്. ഈ ഇമേജ് ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഇമേജ്. അതാണ് SRC വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആട്രിബ്യൂട്ടിന്റെ പേര് SRC ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ അതിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ ALT ഈക്വൽ ടു എന്താണ്, HTML ട്യൂട്ടോറിയൽ. അതായത് ഇൻ കേസ് ആ ഇമേജ് ഡിസ്പ്ലേ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിസ്പ്ലേ ദ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ്. എന്താണ് അവിടെ ആ ഇമേജിന് പകരം അവിടെ എന്ത് വരണം, HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ആണ് വരേണ്ടത്. സോ ALT ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ വാല്യൂ സ്പേസ്. അടുത്ത ആട്രിബ്യൂട്ട് എന്താണ്, ഹൈറ്റ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ അതിന്റെ വാല്യൂ, ഹൈറ്റിന്റെ വാല്യൂ 150 പിക്സലിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പെർസെൻറ്റേജിലും പറയാം. നെക്സ്റ്റ് വിഡ്ത്ത് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ 140, അതും പെർസെൻറ്റേജിൽ, സോറി പിക്സലിൽ. പിന്നെ സ്പേസ് ഇടുക, സ്ലാഷ് ക്ലോസ് ചെയ്യുക. കാരണം ഇത് ക്ലോസിംഗ് ടാഗ് ഇല്ല, ജസ്റ്റ് ഇമേജ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുന്നത് സ്പേസ് ഇട്ടിട്ട് സ്ലാഷ് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് ഈ ടാഗിന്റെ ഫോർമാറ്റ്. ആട്രിബ്യൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പേസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, SRC ഈക്വൽ ടു ഡബിൾ കോട്ട്സ് കൊടുത്തു, സ്പേസ്, അടുത്ത
അടുത്ത ആട്രിബ്യൂട്ട് ആണ് ALT, അത് കൊടുത്തു സ്പേസ് ഇട്ടിട്ട്. നെക്സ്റ്റ് ഹൈറ്റ് വിഡ്ത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജിന്റെ കോഡ്, ഒരു HTML ഡോക്യുമെന്റിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യേണ്ട കോഡ് കൊടുക്കുക. സോ അതിന്റെ റിസൾട്ട് ആയിരിക്കും ആ ഇമേജ്. നിങ്ങൾ എന്താണോ ഇമേജ് കൊടുത്തത്, ഒരു ജിഫ് ഫയലാണ് കൊടുത്തത്, ആ ജിഫ് ഫയൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇതാണ് ഇമേജിന്റെ കേസ്. ക്ലിയർ ആണോ എങ്ങനെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്? ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, ഏതാണ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതുൽ, ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്? അതുൽ, അതുൽ ഇല്ലേ? പ്രണവ്, പ്രണവ് എ. മുഹമ്മദ് സിനാൻ, മുഹമ്മദ് സിനാൻ ഇല്ല. ഏത് ടാഗാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യാറ്? അഞ്ജലി, ടാഗിന്റെ പേര് അത് SRC ഒക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. ടാഗിന്റെ നെയിം എന്താണ്? അഞ്ജിത, IMG അല്ലേ നമ്മുടെ ടാഗിന്റെ നെയിം? ശ്രദ്ധിച്ചേ. ടാഗ് നെയിം എന്താണ്? ആംഗിൾ ബ്രാക്കറ്റിൽ IMG സ്പേസ്, എന്നിട്ടാണ് നിങ്ങൾ ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കുന്നത്. SRC, ALT, ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെയല്ലേ എക്സാമ്പിളിൽ കൊടുത്തത്? നോക്കിയേ, ഏതാ ടാഗ് നെയിം എന്താണ്? IMG ആണ്. ആംഗിൾ ബ്രാക്കറ്റിൽ IMG സ്പേസ്, നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഈക്വൽ ടു വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് സ്ലാഷ് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഫോർമാറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ടൈപ്സ് ഓഫ് ഇമേജ് ഒക്കെ ജസ്റ്റ് തിയറി, ഇത്രയും പോയിന്റ്സ് ഒക്കെ പറയാനുള്ളൂ. എത്ര കളർ കോമ്പിനേഷൻ ഉണ്ട്, കംപ്രഷൻ എവിടെയാണ് ബെറ്റർ, അതൊക്കെ പറയാനുള്ളൂ. പക്ഷെങ്കിൽ ഇതാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യേണ്ട കേസ് വരുമ്പോൾ അതിൽ നിങ്ങൾ ആട്രിബ്യൂട്ട്സും ടാഗ് നെയിമും എക്സാമ്പിളും പറയണം. ഓക്കെ, ഇപ്പം ക്ലിയർ ആണോ? അപ്പൊ ടാഗ് ഏതാണ് അനഘ? IMG ടാഗ് ആണ്. ദാറ്റ് ഈസ് ആൻ ഇൻലൈൻ ടാഗ്. ഓക്കെ, ഇൻലൈൻ ടാഗ് ആണ്. ഓക്കെ, അതാണ് ഇമേജസിന്റെ കേസ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ഹൈപ്പർ ലിങ്ക്സ്. ഹൈപ്പർ ലിങ്ക്സ് എന്താണ്? നമ്മൾ ഒരു ഡോക്യുമെന്റിന് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും അല്ലേ, ടു അനദർ ഡോക്യുമെന്റ് ഓർ വിത്തിൻ ദ ഡോക്യുമെന്റ്. നിങ്ങളൊരു നെറ്റിൽ ഒരു സെർച്ച് ചെയ്യുമ്പോൾ ചില വേർഡ്സ് എന്തായിരിക്കും ബ്ലൂ കളറിലൊക്കെ ഉണ്ടാവുക. ആ ബ്ലൂ കളർ അല്ലെ ചിലപ്പോൾ അണ്ടർലൈൻഡ് ആയിരിക്കും ചില വേർഡ്സ്. അതിന്റെ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അനദർ പേജിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം പേജിൽ തന്നെ താഴോട്ടോ മുകളിലോട്ടോ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ലിങ്ക്സ് എ പോയിന്റർ അല്ലെ, ഒരു പോയിന്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു വെബ് പേജിലോട്ടോ അല്ലെങ്കിൽ വെബ് റിസോഴ്സസിലോട്ടോ നമ്മൾ ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ആങ്കർ ടാഗ്, A. ഓക്കെ, A എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. A മീൻസ് ആങ്കർ ടാഗ്. ഓക്കെ, ഇതാണ് നമുക്ക് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻലൈൻ ടാഗ്. ഇൻലൈൻ ടാഗ് ആണ്. അപ്പോൾ ഒരു ആങ്കർ ടാഗിൽ നമ്മൾ 2 പോർഷൻ ഉണ്ട്. ഒന്ന് സോഴ്സ് പോർഷനും ഒന്ന് ടാർഗറ്റ് പോർഷനും. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. സോഴ്സ് പോർഷനും ടാർഗറ്റും. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സ്പെസിഫൈസ് എ ലിങ്ക്. ഓക്കെ, ആൻഡ് ടാർഗറ്റ് സ്പെസിഫൈസ് വേർ ടു ഗോ. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടാർഗറ്റ്. ഓക്കെ, ലിങ്ക് ഏതാണ് ലിങ്ക്? അത് സോഴ്സും. ഓക്കെ, ലിങ്ക് സ്പെസിഫൈ ചെയ്യുന്നത് സോഴ്സിലും, അതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ടാർഗറ്റിലുമാണ്. ഓക്കെ, അതാണ് ആങ്കർ ടാഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ആങ്കർ ടാഗ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ലിങ്ക്. ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്യുക. അത് നോർമലി 2 പോർഷൻ ആയിട്ട് പറയാം, സോഴ്സ് പോർഷനും ടാർഗറ്റ് പോർഷനും. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് എ ലിങ്ക്. ടാർഗറ്റ് പോർഷൻ മീൻസ്
ഇറ്റ് സ്പെസിഫൈസ് വെയർ ടു ഗോ, എവിടെ പോകണം. ഓക്കെ, എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ ടാർഗറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുക. ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ് HREF. ഉണ്ടോ, HREF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് സ്പെസിഫൈ ചെയ്യുക. എവിടത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് നമ്മൾ ടാർഗറ്റിലാണ് പറഞ്ഞു കൊടുക്കുക. ആ ടാർഗറ്റ് HREF വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ എക്സാമ്പിൾ നോക്കൂ. ഡോക്യുമെന്റ് ടൈപ്പ് HTML, ബോഡിയിൽ H1 ദ എ ടാർഗറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു. ജസ്റ്റ് ദ എ ടാർഗറ്റ് ആട്രിബ്യൂട്ട്. അതിൽ എനിക്ക് ലിങ്ക് കൊടുക്കണം. ഓക്കെ, എങ്ങനെ ലിങ്ക് കൊടുക്കുക? ഏത് ടാഗാ യൂസ് ചെയ്യുക? ആങ്കർ ടാഗ് ആണ്, അതായത് എ എന്ന് പറഞ്ഞ ടാഗ്. അപ്പോൾ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എ എന്താണ്, എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം ടാർഗറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, HREF equal to https www.w3schools.com. ഓക്കെ, ഇതാണ് എൻ്റെ HREF. അതായത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് ഞാൻ HREF വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, HREF വെച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ സ്പേസ്, ഈ ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എവിടെ പോകണം? ഒരു ന്യൂ ബ്രൗസർ, നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂ ബ്രൗസർ വിൻഡോയിലായിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു പേജിൽ നിന്ന് വേറെ പേജിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേജ് തന്നെ റിഫ്രഷ് ആയിട്ട് വേറൊരു ഈ ലിങ്ക് ചെയ്ത പേജിലേക്ക് കാണിക്കുക ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിപ്പം ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പേജ് അവിടെ ഉണ്ടാവും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടാബിൽ ഓപ്പൺ ആയിട്ട് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വെബ് പേജിൽ നിങ്ങളൊരു പേജ് എടുത്തു, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസർ എന്ത് ചെയ്യും? ആ ലിങ്കിലോട്ട് പോകും. സോ ദാറ്റ് ലിങ്ക് വിൽ ബി ഡിസ്പ്ലേഡ്. ആ പേജ് എന്ത് ചെയ്യും? പുതിയ പേജ് ഒരു പുതിയ ടാബിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ഈക്വൽ ടു അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അത് ബ്ലാങ്ക് മാത്രമല്ല, അവിടെ നമുക്ക് കറണ്ട് വിൻഡോ തന്നെ കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യാം. കുറെ ആട്രിബ്യൂട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അത് ഫുള്ളൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഇവിടെ എക്സാമ്പിളിൽ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ സോഴ്സും ടാർഗറ്റും ആണ് ഞാൻ പറയുന്നത്. സോഴ്സും ടാർഗറ്റും. ആ ടാർഗറ്റ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് href വെച്ച് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്, ഇതാണ് ആ ടാർഗറ്റ്. ഇനി ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്, നേരത്തെ പറഞ്ഞതല്ല. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പുതിയ പേജ് അല്ലെ പുതിയ റിസോഴ്സസ് എവിടെ കാണിക്കണം? പുതിയ ന്യൂ വിൻഡോയിലാണോ, ന്യൂ ടാബിലാണോ? ഓക്കെ, അതാണ് ഈ ടാർഗറ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ആ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വിസിറ്റ് w3schools.com, പിന്നെ ആങ്കർ ടാഗും ക്ലോസ് ചെയ്തു. ഈ വിസിറ്റ് w3schools.com എന്ന് പറയുന്നതാണ് ലിങ്ക്. ഓക്കെ, ലിങ്ക് ഇതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പാരഗ്രാഫിൽ എന്തൊക്കെയോ കൊടുത്തു, ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ, ദ എ ടാർഗറ്റ് ആട്രിബ്യൂട്ട്, അതൊരു ഹെഡിങ് ആണ്. കണ്ടോ, വിസിറ്റ് w3schools .com എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ സോഴ്സ്. കാരണം എന്താ? ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ലിങ്കിലോ അങ്ങോട്ട് പോവുള്ളൂ. സോ അതാണ് ലിങ്ക് എവിടെയാണോ സ്പെസിഫൈ ചെയ്യുന്നത്, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. സോ വിസിറ്റ്, കണ്ടോ, ഈ ആംഗിൾ ബ്രാക്കറ്റിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ട് ആ ടാഗ് ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യുക. അത് ഓപ്പണിങ്ങിന്റെ ആംഗിൾ ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലിങ്ക് സോഴ്സ് പറഞ്ഞു കൊടുക്കുക. ഇതാണ് സോഴ്സ്. എന്നിട്ട് ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ടാർഗറ്റ്. HREF വെച്ചിട്ട് പറയുന്നതാണ് ടാർഗറ്റ്. അതായത് ഈ വിസിറ്റ് എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? W3schools പോകണം. ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് കൊടുക്കുക. മനസ്സിലായല്ലോ? ഈ വിസിറ്റ് W3school എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേജിൽ വരുന്ന ഒരു ലിങ്ക് ആണ്. ശരിക്കും ലിങ്ക് ക്രിയേറ്റ് ആയി, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? അതാണ് HREF. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. HREF ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, HREF എന്താണെന്നുള്ളത് ചോദിക്കും. എന്താണ്? നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ലിങ്കിന്റെ ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിന്റെ ആട്രിബ്യൂട്ട് ആണ് HREF ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ URL പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇനി ലിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇത് ഫുൾ ആങ്കർ ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൽ നിങ്ങളുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് കൊടുക്കുന്ന ഡാറ്റ അതായിരിക്കും ലിങ്ക് ആയിട്ട് വരിക. എന്നിട്ട് ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് സോഴ്സ്, ഇതാണ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടാർഗറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ കാണണം? അപ്പോൾ ഈ W3schools എന്ന് പറയുന്നത് ന്യൂ ടാബിൽ, ഒരു വിൻഡോന്റെ സ്ക്രീനിന്റെ പുതിയ ടാബിലോട്ട്
ഡിസ്പ്ലേ ചെയ്യും. പിന്നെ നിങ്ങൾ കൊടുത്ത പാരഗ്രാഫ് എന്താ, അത് ഈ പേജിൽ കറണ്ട് പേജിൽ കൊടുത്ത പാരഗ്രാഫ് അവിടെ ഉണ്ടാവും. സോ ഇതാണ് നിങ്ങളുടെ ഒരു HTML ഡോക്യുമെന്റ്. നിങ്ങൾക്ക് ബ്രൗസറിൽ കാണുന്ന ഡോക്യുമെന്റ് ആണ്. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ W3 സ്കൂൾസിന്റെ പേജിലോട്ട് പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത് യൂസിങ് HREF. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് ഇത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ദേവിക, മസ്ന, ക്ലിയർ ക്ലിയർ ആണ്? ആ ഓക്കെ. ശ്രീഷ്മ ചോദിച്ച ഡൗട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് FRAC വെച്ച് ചെയ്യാൻ പറ്റില്ല. മേ ബി സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും വെച്ച് ചെയ്യേണ്ടി വരും. സോ അതിന്റെ കോഡ് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ശ്രീഷ്മ? ഓക്കെ. അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ് രാജീവ്, ആകാശ് ആബ്സെന്റാ? അഭിനന്ദ്, അഭിനവ്, അഭിനവ് ഉണ്ടോ? ഓക്കെ. ആദർശ്, ഓക്കെ. അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതിൻ ആബ്സെന്റ് ആണോ? അതുൽ, അതുൽ, ഓക്കെ. ദേവിക, ദിൽന, മസ്ന, ജസ്ന, ജസ്ന ഷെറിൻ, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഇജാസ്, ഇജാസ് ആബ്സെന്റ് ആണോ? നഫ, നേഹ, നിതിൻ, ഓക്കെ. പ്രണവ് എ, പ്രണവ് സി, റൈസ ഖാലിദ്, റസാന നിഹാല ആബ്സെന്റാ? റിസ്വിൻ, റോഷൻ, സഹല ബി, സഹല എൻ ആബ്സെന്റാ? സംഗീത്, സാരംഗ്, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. ഓക്കെ. അപ്പൊ ആബ്സെന്റ് ആകാശ്, അതിൻ, ഇജാസ്, റസാന, സഹല എൻ, വിഷ്ണു. ഓക്കെ. താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.